സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് തിരിതെളിഞ്ഞു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിനാകെ മാതൃക സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിയണമെന്നും ആഘോഷങ്ങളെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രമായി ചുരുക്കാനുള്ള ശ്രമം പലയിടങ്ങളിലും നടക്കുന്നുമുണ്ട്. അതിനെ പ്രതിരോധിക്കാനും ഓണത്തിന്റെയും ഒരുമയുടെയും സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ്, തമിഴ് നടൻ രവി മോഹൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. സെപ്റ്റംബർ 9 വരെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം. വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് തിരിതെളിഞ്ഞു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിനാകെ മാതൃക സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിയണമെന്നും ആഘോഷങ്ങളെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രമായി ചുരുക്കാനുള്ള ശ്രമം പലയിടങ്ങളിലും നടക്കുന്നുമുണ്ട്. അതിനെ പ്രതിരോധിക്കാനും ഓണത്തിന്റെയും ഒരുമയുടെയും സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ്, തമിഴ് നടൻ രവി മോഹൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. സെപ്റ്റംബർ 9 വരെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം. വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും നേർക്കണ്ണാടിയാണ് ഓണമെന്നും നവകേരള സങ്കല്പം പഴയ ഓണസങ്കല്പത്തേക്കാൾ ഐശ്വര്യസമൃദ്ധമായ പുതുകേരളത്തെ സൃഷ്ടിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. നാടിന്റെ ഐക്യത്തിനു മുന്നിൽ ഒന്നും സാധ്യമല്ലെന്നും രാജ്യത്തിനാകെ മാതൃക സൃഷ്ടിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഘോഷങ്ങളെ പ്രത്യേക വിഭാഗത്തിന്റെ മാത്രമായി ചുരുക്കാനുള്ള ശ്രമം പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനും ഓണത്തിന്റെയും ഒരുമയുടെയും സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ എല്ലാവർക്കും കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാവേലിയുടെ ക്ഷേമസങ്കല്പത്തോട് ചേർന്നു നിൽക്കുന്നതാണ് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത്തരം പ്രതിലോമ ചിന്തകൾക്കെതിരെയുള്ള അതിവിപുലമായ മാനസിക ഐക്യം രൂപപ്പെടാൻ കൂടി ഉതകുന്നതാകണം നമ്മുടെ ഓരോ ആഘോഷവും. ഇത്തവണത്തെ ഓണാഘോഷം പ്രത്യേകിച്ചു ക്ഷേമ പദ്ധതികൾ അർഹരായവർക്ക് എത്തുമ്പോൾ, വികസന പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തുമ്പോൾ അവരുടെയെല്ലാം മുഖത്ത് വിരിയുന്ന പുഞ്ചിരി, അതാണ് നമ്മുടെ നാടിന് തന്നെ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം. കഴിഞ്ഞ ദിവസം ആഘോഷങ്ങളെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റേത് മാത്രമായി ചുരുക്കുന്നതിനുള്ള ശ്രമം ചിലർ നടത്തുന്നുണ്ട്. അത് നാം പ്രത്യേകം തിരിച്ചറിയണം. ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് ഓണക്കോടി സമ്മാനിച്ചു. നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ്, തമിഴ് നടൻ രവിമോഹൻ എന്നിവർ പരിപാടിയിലെ മുഖ്യാതിഥികളായി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വിപുലമായ രീതിയിൽ ഓണാഘോഷം നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്ര സർക്കാരിന്റെ നിഷേധ നിലപാടിലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഓണം ആഘോഷിക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാർ, അതുപോലെ പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാർ, പരമ്പരാഗത തൊഴിലാളികൾ, അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിഷേധ നിലപാടുമുണ്ട്. എങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നിലയിൽ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
കേരളത്തിലെ മതസാഹോദര്യത്തിന്റെ പ്രതീകമാണ് ഓണവും ഓണാഘോഷവുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ലോകത്തെവിടെയുമുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണം അഭിമാനത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. കേരളത്തിന്റെ മതസാഹോദര്യത്തിന്റെ പ്രതീകമാണ് ഓണവും ഓണാഘോഷങ്ങളും. ഇടവേള.